അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകര BRCയുടെ ആഭിമുഖ്യത്തിൽ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ ആമിർ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകര BRCയുടെ ആഭിമുഖ്യത്തിൽ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ ആമിർ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് നമ്മുടെ എല്ലാ മക്കളും ഈ പ്രവാചകന്മാർക്ക് തുല്യമാണ്. നമ്മൾ ഓരോരുത്തരും പ്രവാചകന്മാരുടെ ഏറ്റവും സ്നേഹനിധികളായ മക്കളുടെ അമ്മമാരാകുമ്പോൾ നമ്മളെല്ലാവരും പ്രവാചകന്മാരുടെ മക്കളാണ്. നമ്മളെല്ലാവരും പ്രവാചകന്മാരുടെ അമ്മയാണ്, ഉമ്മയാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളാണ്. ഇത്രയും ഭാഗ്യത്തോടു കൂടിയിട്ട് നമുക്കെല്ലാവർക്കും അങ്ങനെ ആർക്കെങ്കിലും അല്ലല്ലോ ദൈവം വ്യത്യസ്തമായ കഴിവുള്ള ആൾക്കാരെ നൽകുന്നത്. അത് നോക്കാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള രക്ഷിതാക്കൾക്ക് മാത്രമേ ദൈവം ഇത്തരത്തിലുള്ള പൊന്നോമനകൾ നൽകുകയുള്ളൂ. ആ നൽകിയിട്ടുള്ളത് നമുക്കാണ് എന്നുള്ളതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള നമുക്കത് അങ്ങനെയുള്ള മക്കളുള്ള സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ അതിനുതകും. ഇപ്പം നേരത്തെ പറഞ്ഞു ഞാൻ വന്നുടനെ നോക്കിയതാണ്. ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവർക്ക് ഈ ഒരു വീൽ ചെയറിൽ വരാനോ അതല്ലെങ്കിൽ വളരെ അനായാസം നടന്നു കയറാനോ പറ്റുന്നൊരു ഹാള് നമുക്ക് ഇപ്പോൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ, സിനിമാ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഈസിലി കയറി പോകാനുള്ള അതിപ്പോൾ അതുണ്ടായത് കൊണ്ടും മാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നൊരു ഉത്തരവിടുന്ന അല്ലെങ്കിൽ നാളെ എല്ലാ ഓഡിറ്റോറിയങ്ങളിലും ഇങ്ങനെ ആവണം, അതുകൊണ്ടുകൂടി ഉള്ളതാണെന്ന് തോന്നുന്നു മാഷേ. അങ്ങനെ ഒരു ഉത്തരവുള്ളതാണ്. പക്ഷേ അത് പല സ്ഥലങ്ങളിലും നടക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ഇവിടെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്, പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് കാണുന്ന രീതിയിൽ ഭൗതികമായി സെറ്റ് ചെയ്യുന്നതിന് പകരം അങ്ങനെ ഒരു പാലം നമ്മുടെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാണ് ആദ്യം നമ്മൾ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതാണ് സത്യം. പ്രശസ്ത ഗായകനും നടനുമായ കൊല്ലം ഷാഫി മുഖ്യാതിഥിയായ ചടങ്ങിൽ പിന്നെ പലപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം, നമ്മൾ കമ്പയറിങ് നടത്താതെ, അതായത് എന്നെപ്പോലെ ഇവിടെ ഇരിക്കുന്ന പലരെ പോലെയും ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന ആളുകളോട് കമ്പയറിങ് നടത്താതെ നിങ്ങളൊരു മറന്നു പോകുന്ന ഒരു പോസിറ്റീവ് സൈഡിനെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നമ്മളെക്കാളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് ഈ കുഞ്ഞുങ്ങൾ. കാരണം അവരെ കാണാൻ വേണ്ടി എനിക്കിപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തെ കാണണം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ കാണണം, പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് പോകണമെന്ന് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറേ അധികം കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ കാണാൻ വേണ്ടി എല്ലാവരും, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം ക്യാമ്പയിനുകൾ നടക്കുന്ന സ്ഥലത്ത് അവരെ പോയി കാണാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നു, അവരിങ്ങോട്ട് വന്ന് കാണുന്നു. ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ ഫൈഹ കെ, നിവേദ് TP തുടങ്ങിയവരെ ആദരിച്ചു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൾ ഹക്കീം അധ്യക്ഷനായ ചടങ്ങിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൾ നാസർ, DPO സജീഷ് നാരായണൻ, വിദ്യാകിരണം കോർഡിനേറ്റർ പ്രവീൺ കുമാർ, സ്വാഗത സംഘം ചെയർമാൻ VV വിനോദ്, ചോമ്പാല AEO സ്വപ്ന ജൂലിയറ്റ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. PM രവീന്ദ്രൻ സമ്മാന വിതരണവും നടത്തി. DPO ഷീബ സ്വാഗതവും BPC PP മനോജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ BRCകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.